ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു ഡെസ്ക് മേക്ക് ഓവർ ആയാലോ? കുറച്ച് നാളായി വിചാരിക്കുന്നു ഈ ഡെസ്ക് ഒന്ന് മേക്ക് ഓവർ ചെയ്യണമെന്ന്. ക്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യലടോ, അപ്പം നമ്മുടെ ഡെസ്ക് ഒക്കെ ഒന്ന് കളറായിട്ടിരിക്കണ്ടേ. ഇത് പണ്ടത്തെ കാലത്തെ ജാമ്പോൻ്റെ കാലത്തെ ഒരു ഡെസ്ക്കാണ്. ഇതിൻ്റെ മേളിൽ സ്റ്റിക്കർ ഒട്ടിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല എന്നല്ല, ഒരു വൃത്തി ഉണ്ടാവില്ലേ കാണാൻ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചില്ല് അങ്ങോട്ട് ഒട്ടിച്ചിട്ട് അതിൻ്റെ മേളിൽ അങ്ങോട്ട് സ്റ്റിക്കർ വർക്ക് ചെയ്യാമെന്ന്. മാറ്റ് ഫിനിഷ് ഉള്ള ഒരു വൈറ്റ് സ്റ്റിക്കറാണ് വാങ്ങിയിരിക്കുന്നത്. ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം, ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം. അപ്പോൾ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചില്ല് ഒട്ടിക്കുന്നതിനൊരു കാരണമുണ്ട്. ചീപ്പ് റേറ്റ് ആണ് ചില്ല്, പിന്നെ സ്റ്റിക്കറും ചീപ്പ് റേറ്റ് ആണ്. അപ്പം നമുക്കധികം കാശ് ചിലവില്ലല്ലോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന മേക്ക് ഓവർ കേട്ടോ. ഒരുപാട് എക്സ്പെൻസിലേക്ക് പോയാൽ എന്നെ തട്ടും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാകുമ്പോൾ വലിയ കാശ് ചിലവില്ലാണ്ട് കാര്യം നടക്കും. അത് ഞാൻ വഴിയെ കാട്ടിത്തരാം കേട്ടോ, എന്താ ഞാൻ അങ്ങനെ പറഞ്ഞതിന് കാര്യം എന്ന്. പിന്നെ ആകെ ഒരു മെനകെട്ട പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റിക്കർ ഇങ്ങനെ ഇരുന്ന് ഒട്ടിക്കലായിരുന്നു. അത് ചുരണ്ടിയല്ല, ഒരച്ചൊരച്ച് എൻ്റെ നടു പോയി എന്ന് പറയുന്നതാവും സത്യം. വേറെ ഒന്നുമല്ല, ബബിൾസ് വരാണ്ട് ഒട്ടിക്കണം. അതുപോലെ ഏങ്കോണിപ്പൊന്നും പാടില്ല. കാരണം ഞാൻ വാങ്ങിയിരിക്കുന്ന ആകെ 2 സ്റ്റിക്കറിന് വളരെ നീളം കുറവും വളരെ വീതി കുറവാണ്. അപ്പോൾ അതെൻ്റെ ഡെസ്കിന് ഒത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ, അതായത് എല്ലാം കൂടി തികയണം എന്നുണ്ടെങ്കിൽ ഞാനത് കഷ്ടിച്ചൊക്കെ എടുക്കേണ്ടി വരും. കുറച്ച് ബുദ്ധിമുട്ടിയായിരുന്നു. എന്തെങ്കിലും ഒരു പണി എടുത്തു തുടങ്ങിയാൽ അത് തീർക്കാണ്ട് എനിക്ക് സമാധാനം വരില്ല. ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്നത് അങ്ങനെയായിരുന്നു. കൈ എടുക്കാണ്ട് അത് മുഴുവനായിട്ടിരുന്ന് ഒട്ടിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയിട്ടില്ല. അതിൻ്റേതായിട്ടുള്ള ഒരു ടയേർഡൊക്കെ എൻ്റെ ഫേസിലൊക്കെ നിങ്ങൾക്ക് കാണാം. ഞാൻ ഭയങ്കരമായിട്ട് അവശതയായിട്ട് അഭിനയിക്കുന്നൊക്കെ ഉണ്ട്, നല്ല ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ ഒട്ടിച്ചതിന് ശേഷം ഫൈനൽ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ കാണുന്ന സ്റ്റാൻഡൊക്കെ ഞാൻ ഫോം ബോർഡ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കട്ടിയുള്ള ഫോം ബോർഡ് വെച്ചിട്ടാട്ടോ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ തീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ ദാടാ നോക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ ക്ലോക്ക് അവിടെ ഇരിക്കുന്നു. ഒന്നും നോക്കിയില്ല, ഞാനത് അങ്ങോട്ട് എടുത്തു, അടിച്ചു മാറ്റി. റൂമല്ലേ, ക്ലോക്കൊക്കെ വേണ്ടേ, സമയം വിലപ്പെട്ടതല്ലേ. ആ പേരൊന്നും എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാനൊന്നും നോക്കില്ല, ചായ മാറ്റി കളഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ ബഡ്ജറ്റ് ഫ്രണ്ട്ലി. കയ്യിലുള്ള സാധനങ്ങൾ റിനോവേറ്റ് ചെയ്യുന്നു, ചീപ്പ് റേറ്റിന് ഐറ്റംസ് വാങ്ങുന്നു. അങ്ങനെ ചീപ്പ് റേറ്റിന് ഞാൻ സ്വന്തമാക്കിയ ഐറ്റാണിത്. 10-200 രൂപയൊക്കെ കൊടുത്ത് പോസ്റ്റേഴ്സ് വാങ്ങാൻ എൻ്റെ മനസ്സനുവദിക്കൂല നീ. അപ്പം ഞാൻ എന്താ ചെയ്തത്, ഇഷ്ടപ്പെട്ട ഇമേജ് ഡൗൺലോഡ് ചെയ്തു, നേരെ പോയിട്ട് പ്രിൻ്റ് എടുത്തു. പിന്നെ ഒന്ന് ബ്രൈറ്റ് ആയിട്ട് തോന്നിക്കാൻ അതിൻ്റെ മേലൊന്ന് പെയിൻറ് ചെയ്ത് കൊടുത്തു. 10-30 രൂപയ്ക്ക് കാര്യം കഴിഞ്ഞു. എങ്ങനെയുണ്ട്, ലുക്കല്ലേ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത കലാവരുത് ഈ സ്റ്റാൻഡിലാണ്. ഈ സ്റ്റാൻഡ് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ കുറേ ക്രാഫ്റ്റ് ഉണ്ടല്ലോ, അപ്പം നമുക്ക് തുടങ്ങിയാലോ. കിട്ടിയ ക്രാഫ്റ്റുകളൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ നിരത്തി വയ്ക്കുകയാണ്. ഇതിൻ്റെ സ്ഥാനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും കേട്ടോ. അതൊക്കെ എൻ്റെ ഇഷ്ടം പോലെ ഇരിക്കും. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ശീലമുണ്ട്. ഉണ്ടാക്കിയ പൂക്കളൊക്കെ അങ്ങോട്ട് വെച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ കുട്ടപ്പന്മാരെയൊക്കെ നിരത്തി വെച്ചു കൊടുക്കാൻ പോവാണ്. ഒരു കുട്ടപ്പനെടുത്ത് പാരച്യൂട്ടിൻ്റെ മേളിലും വെച്ചു കൊടുത്തു. ബുക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, ഇതിൻ്റെയൊക്കെ ഷോർട്സ് ഉണ്ട്. വീഡിയോ കാണുന്നവരൊക്കെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഷോർട്സ് ഒക്കെ ഒന്ന് പോയി കാണാട്ടോ. നമ്മൾ ഉണ്ടാക്കിയ എല്ലാ ക്രാഫ്റ്റിൻ്റെയും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനധികം എക്സ്പെൻസ് ആയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. ഈ ഫോം ബോർഡ്, അതുപോലെ ഗ്ലാസ്, സ്റ്റിക്കർ, പിന്നെ നമ്മൾ പ്രിൻ്റ് എടുത്തതുണ്ടല്ലോ, അതിനൊക്കെ ആകെ പൈസ ആയിട്ടുള്ളൂ. അതല്ലാതെ വേറെ ഐറ്റംസ് ഒന്നും നമ്മൾ എക്സ്ട്രാ വാങ്ങി വെച്ചിട്ടില്ല. ബാക്കിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. ഈ കുട്ടപ്പനൊക്കെ കുറച്ച് നാൾ മുന്നേ നമ്മൾ ഉണ്ടാക്കി. നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് ആണ് ബാക്കിയുള്ളതൊക്കെ കേട്ടോ. ബുക്ക് മോളുടെ ആണ്, മോള് പെയിൻറ് ചെയ്യുന്നൊരു ബുക്കാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഡെസ്കിൽ സെറ്റ് ചെയ്യാണ്. ഇത് സെൻറ്റഡ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ് കേട്ടോ. ഭയങ്കര സ്മെല്ലാണ്. അത് കത്തിച്ചിട്ടുണ്ടെങ്കിൽ റൂമിൽ നല്ല രസമുള്ള മണമാണ് കേട്ടോ വരിക. അത് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം സെറ്റ് ചെയ്തു. ഫൈനലി നല്ല ലുക്കായിട്ടുണ്ട് നമ്മുടെ ഡെസ്കും റൂമും കാണാൻ വേണ്ടിയിട്ട്. ഡേ വ്യൂവും നൈറ്റ് വ്യൂവും നല്ല രസമാണ്. ഒരു രക്ഷയില്ല എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.